എറണാകുളം മട്ടാഞ്ചേരിയിൽ സുരക്ഷാ സംവിധാനങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ പോലുമില്ലാതെ 12കാരുടെയും കുടുംബത്തിന്റെയും അന്തിയുറക്കം. ഇഴജന്തുക്കളുടെ സ്ഥിരസാന്നിധ്യമുള്ള കാട് മൂടിയ പ്രദേശത്ത് ഷീറ്റ് കെട്ടി മറച്ചാണ് കുടുംബം കഴിയുന്നത്. കുടുംബത്തിന്റെ ദുരവസ്ഥ റിപ്പോർട്ടർ TV പുറം ലോകത്തെ അറിയിച്ചതിന് പിന്നാലെ MLA KJ മാക്സി സ്ഥലത്തെത്തി. കുടുംബത്തിന് വീട് വെച്ചു നൽകാനും കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കാനും തയ്യാറായി കൊച്ചിയിലെ കൂട്ടായ്മകളും രംഗത്തെത്തി. മേലിനൊക്കെ വല്ലത് വീണാലും അറിയൂല. എൻ്റെ കണ്ണി അട്ടയൊക്കെ വീണിട്ടുണ്ട്. പെട്ടെന്നായിരിക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കണത്. ഇവിടുന്ന് മേലിന് വീഴാൻ പോയത് കൊണ്ടാണ് നമ്മൾ അവിടെ ഷെഡ് കെട്ടിയത് തന്നെ. ഈ ഇതിൽ നിന്നാണ് കൂടുതലും പാമ്പുള്ളത് തന്നെ. മലമ്പാമ്പാണ് കൂടുതലും ഇവിടെ ഉള്ളത് തന്നെ. മഴയൊക്കെ പെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബാത്റൂമിൽ പോകാൻ. അടച്ചുറപ്പില്ല ബാത്റൂമിൽ തന്നെ. ഇത് ആസിയ, 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഉമ്മയും ഉപ്പയും ആസിയയും അടങ്ങുന്ന 3അംഗ കുടുംബം കഴിയുന്നത് ദേ ഇവിടെയാണ്. വീടെന്നോ കൂരയെന്നോ ഇതിനെ വിളിക്കാനാവില്ല. അടുക്കളയും കക്കൂസുമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പേരിന് ഉണ്ടെന്ന് പറയാം. ചുറ്റും കാടുമൂടിയ പ്രദേശം ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രം കൂടിയാണ്. ആസിയയുടെ പിതാവ് ഉൾപ്പെടെ തലമുറകളായി ഇവിടെ താമസം തുടങ്ങിയിട്ട് അരനൂറ്റാണ്ടിലേറെയായി. ഇപ്പോൾ മറ്റൊരു കുടുംബം ഉടമസ്ഥാവകാശം പറഞ്ഞ് രംഗത്തെത്തിയതോടെ നിയമക്കുരുക്കിലാണ് ഈ വസ്തു. ആസിയയുടെയും കുടുംബത്തിന്റെയും ഈ സ്ഥിതി റിപ്പോർട്ടർ TV വാർത്തയാക്കിയതോടെ സ്ഥലം MLA KJ മാക്സി വിഷയത്തിലിടപെട്ടു. തീർച്ചയായിട്ടും ഇതിന് പരിഹാരം ഉണ്ടാക്കും. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മറ്റ് സന്നദ്ധ സംഘടനകളുടെയൊക്കെ സഹായത്തോടുകൂടി ഒരു 500 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ഇവർക്ക് വെച്ച് കൊടുക്കും. അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങൾ കുറച്ചുണ്ട്. ആ തടസ്സങ്ങൾ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ ബന്ധപ്പെടും. ബാങ്കുമായിട്ട് ഇതിൻ്റെ ഉടമസ്ഥർക്ക് ബന്ധപ്പെട്ടിട്ട് തൽക്കാലം നിലക്ക് ഇത് ചെയ്തു കൊടുക്കാനുള്ള ഏർപ്പാട് പെട്ടെന്ന് ഒരു എമർജൻസി തീരുമാനം തദ്ദേശ വകുപ്പിനെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് തൽക്കാലം വെച്ച് കൊടുക്കും. കുടുംബത്തിന് വീട് വെച്ച് നൽകാനും ആസിയയുടെ വിദ്യാഭ്യാസ ചിലവ് ഏറ്റെടുക്കാനും സന്നദ്ധരായി കൊച്ചിയിലെ കൂട്ടായ്മകളും രംഗത്തെത്തി. കൗൺസിലർ ഇസുദ്ദീൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കും. കൊച്ചിക്കാർ ഗ്രൂപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കൊച്ചിയിലുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മയാണത്. ഒരു സ്ഥലം നോക്കി എസ്റ്റിമേറ്റ് എടുത്ത് ഉടനെ പണി തുടങ്ങാൻ ഒരു 2 മാസത്തിനുള്ളിൽ വീടിൻ്റെ പണി പൂർത്തിയാക്കി അവരവിടെ താമസിപ്പിക്കാം എന്നുള്ളതാണ് ഉദ്ദേശം. 2 ബെഡ്റൂം, ഹാള്, കിച്ചൺ, ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള ഒരു 450 സ്ക്വയർ ഫീറ്റ് ഒരു വീട് അത് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ആ കുട്ടിയോട് സംസാരിച്ചാൽ അറിയാൻ പറ്റും, നല്ല പൊട്ടൻഷ്യലുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് എവിടം വരെയാണോ പഠിക്കാനുള്ളത് അവിടം വരെ കൊച്ചിൻ അക്കാദമിയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് നമ്മൾ കേട്ടപ്പോൾ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ റിപ്പോർട്ട് ചാനൽ ഇടപെട്ടോടുകൂടി തന്നെ ഒരുപക്ഷെ കുറേ കൂടി കാര്യങ്ങളൊക്കെ സ്പീഡാകുമെന്നുള്ള പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ തന്നെയാണ് മന്ത്രിയും അതുപോലെ തന്നെ MLA ഒക്കെ വിളിച്ച് വിവരം ധരിപ്പിച്ചിരുന്നത്. കാടുമൂടിയ ജീവിതത്തിൽ വഴിവെട്ടി തെളിക്കാൻ ഇടപെടലുകൾ സജീവമായതോടെ ആസിയയുടെ മുഖത്തും സന്തോഷകിരണം. സന്തോഷം തോന്നുന്നു, പ്രതീക്ഷയുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ Al Amin ഇൻ റിപ്പോർട്ടർ, കൊച്ചി.